ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനൊക്കെ നോക്കിയിട്ടും സമയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു പോകുന്നില്ല. പിന്നെ ഫുള്ള് ഭയങ്കര പണിയാണ്, ഫുൾ വിഷയമാണ്. പക്ഷെ എന്നാലും ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. ഒരു പണി തീർന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയും പരിഭവമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഇത്ര ആൾക്കാരുണ്ടാവും, മുതിർന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അങ്ങനെ പല പല ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. സമയത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നറിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്. ഓക്കെ, റെഡി അല്ലേ? കേൾക്കാൻ റെഡി അല്ലേ? നമുക്ക് എങ്ങനെ സമയത്തെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കാം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ എന്താ പറയാ, ഈ എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കും പിന്നെ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും എല്ലാവർക്കും ദൈവം ഒരേ രീതിയിലാണ് സമയം തന്നത്. അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര സംഭവമാണ്, അവന് കുറച്ച് അധിക സമയം കൊടുക്കുക, അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ച് അധികം സമയം കൊടുക്കുക, അല്ലെങ്കിൽ ഇവന് കുറച്ച് കുറവ് സമയം കൊടുക്കുക. അങ്ങനെയൊന്നും ഇല്ലാലോ. എല്ലാവർക്കും ഈ 24 മണിക്കൂർ തന്നെയല്ലേ? എല്ലാ രാജ്യങ്ങളിലും ഈ സമയം തന്നെയല്ലേ? അല്ല, അവർക്ക് എക്സ്ട്രാ കുറച്ച് 5 മണിക്കൂർ കൂടുതൽ കൊടുക്കുന്നൊന്നുമില്ല അല്ലെ? ഈ 24 മണിക്കൂർ തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ചില ആൾക്കാർ എന്താക്കുന്നുണ്ട്, അവരെ കിട്ടിയ ടൈമിൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷെ മറ്റു ചിലർ എന്താണ്, അവരെ കാര്യങ്ങൾ പോലും ചെയ്യാണ്ട് എന്തായിരുന്നു സമയത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കാണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം എനിക്ക് വേണ്ട കാര്യം എന്താണല്ലോ, നമ്മള് ഈ 24 മണിക്കൂർ സമയം ചെലവഴിക്കാൻ അറിയാത്ത ആൾക്കാരോടാണ് പറയുന്നത്. അറിയുന്നവരോ ആണെങ്കിൽ കേൾക്കാൻ എന്ത് രീതിയിലാണോ നിങ്ങൾ ചെലവാക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഈ 24 മണിക്കൂറിൽ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ. ഓരോ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ. ഓരോ നിമിഷവും നമ്മൾ എത്ര സമയം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നതെന്ന് നല്ല വൃത്തിയിൽ എഴുതി വെക്കാൻ. ചില ദിവസങ്ങളിൽ നമ്മൾ എക്സ്ട്രാ ചിലതൊക്കെ ചെയ്യുന്നുണ്ടാവും, ചില ദിവസങ്ങളിൽ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളുടെ ടൈം ഒന്ന് അനലൈസ് ചെയ്യാനാണ്. അപ്പൊ ഇങ്ങനെ 1 2 3 ഇങ്ങനെ ഇട്ടിട്ട് പോയി നല്ല വൃത്തിയിൽ എഴുതി വെക്കാൻ. എഴുതി വെച്ചിട്ട് എന്താക്കണം അറിയോ, സമയത്തിനെ 4ആയിട്ട് തരംതിരിക്കാൻ. എന്ത് ചെയ്യണമെന്നറിയോ? സമയത്തിനെ 4ആയിട്ട് തരംതിരിക്കണം. 4 എങ്ങനത്തെ സമയമായിരിക്കണം? അതിലൊന്നാമത്തേതാണ് നമുക്ക് അർജന്റ് ആയിട്ട് ചെയ്യേണ്ടതും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഒന്നാമത്തേത് അർജന്റ് ആയിട്ട് ചെയ്യണം, അതേപോലെ ഇമ്പോർട്ടന്റും ആണ്, അത്യാവശ്യമായി ചെയ്യേണ്ടതുമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഒരു കോളത്തിൽ നമ്മൾ ഈ തരംതിരിച്ചു വെച്ച സംഭവങ്ങളില്ലേ, അതായത് നമ്മൾ എഴുതി വെച്ച കുറെ കാര്യങ്ങളില്ലേ, ഓരോ സമയം എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ 4 കോളം വരയ്ക്കുമ്പോൾ ഒരു കോളത്തിൽ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എഴുതി വെക്കാനേ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവൂലേ? അപ്പൊ അടുത്ത് വേറൊരു കോളം വരയ്ക്കാൻ. അതിൽ എഴുതേണ്ടത് എന്താ പറയാ, അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് അല്ല, അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്, അത് എഴുതി വെക്കാൻ. അത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് എഴുതി വെക്കാൻ. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ അതെന്തല്ല പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ഓക്കെ, അത് എഴുതി വെച്ചിട്ട് മൂന്നാമത്തേതിൽ എന്ത് കൊണ്ടുവരാന്, ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല എന്നാൽ അർജന്റും അല്ല, ചെയ്താലും പ്രശ്നമില്ല ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ആ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവൂലേ, അതും എഴുതി വെക്കാം. ഇതൊക്കെ വെച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കില്ല നിങ്ങളെ ഭർത്താവ് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളെ കുട്ടികൾ വേറെ ആയിരിക്കും. അപ്പൊ ഓരോരാളും ഇങ്ങനെ ചെയ്തു വെക്കാൻ. ഓക്കെ, ഇപ്പൊ 3 കോളായില്ലേ? 4ാമത്തെ കോളത്തിൽ എന്താ എഴുതി വെക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അർജന്റ് അല്ല. അപ്പൊ നിങ്ങൾ 4 കോളങ്ങൾ എഴുതി, 4 കോളത്തിലെ നിങ്ങളെ കാര്യങ്ങളും എഴുതി വെച്ചില്ലേ?
ഒരു ദിവസം നിങ്ങളെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മളെ സമയം ഏതിലാണ്, അതായത് ഒന്നും ഒരു ആവശ്യമില്ല, ഒന്നും അല്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടാവൂലേ? അതേപോലെ നമ്മള് ഭയങ്കര അർജന്റായിട്ട് ഇങ്ങനെ എടുക്കുന്ന സംഭവത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇതിലിപ്പോ ചിലക്ക് കൺഫ്യൂഷൻ വരാൻ ചില കാര്യങ്ങളുണ്ടാവും. അതായത് എഴുതി വെച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് ഏത് കോളത്തിലാ കൊടുക്കണ്ടേന്നുള്ള ഡൗട്ട്സ് വരും. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് അർജന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ? ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് അർജന്റ്, ആ ഒരു സംഭവം ഉണ്ടല്ലേ, നമുക്ക് പ്രധാനപ്പെട്ടതാണ് പക്ഷെ അത്യാവശ്യം അർജന്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യമല്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നിസ്കാരത്തിനെ കുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ അത് അർജന്റായിട്ട് ചെയ്യേണ്ട വരുന്നത് എപ്പോഴാണ്? നിസ്കാരം കളാവുന്ന സമയത്തല്ല നമ്മളിങ്ങനെ ഇടകൂടി ഓടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സ്ട്രെസ്സെല്ലാം കൊടുത്തിട്ട് ചെയ്യും. ഇപ്പൊ കളാവും, ഇപ്പൊ ബാങ്ക് കൊടുക്കണമെന്നില്ല ഒരു ടെൻഷനിൽ ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഏതൊരു കാര്യവും അർജന്റ് ആവുന്നതിന് മുന്നേ ചെയ്തു വെച്ച് കഴിഞ്ഞാല് അതെന്താവും? നമുക്കൊരു സ്ട്രെസ് ഇല്ലാണ്ട് അതൊരു പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അത് നോട്ട് അർജന്റും അല്ല. അപ്പൊ ആ കോളത്തിൽ അങ്ങനെ ആകരുത്. ഈ 4 കോളത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് അങ്ങനെ സ്ട്രെസ് ഒന്നും വരാത്തൊരു സംഭവമാണ് ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് അർജന്റ് എന്ന് പറഞ്ഞ കോളത്തിൽ വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഒന്നും ഒരു ആവശ്യമില്ലാത്ത, ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, എന്നിട്ട് എന്താക്കാൻ, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, എന്നിട്ട് എന്താക്കാൻ, നമ്മളെ സമയം, നമ്മളില്ലേ, നമ്മള് അവസാനം നമ്മള് ഒന്നുമല്ല, നമ്മളെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഒന്നും അല്ലാത്തൊരു സമയം വരുന്നുണ്ടല്ലേ, നമ്മളിപ്പോ അനാവശ്യമായിട്ട് കളഞ്ഞ ഒരുപാട് സമയത്തോർത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കും. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടുന്ന ഓരോ സമയം വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. അപ്പോ ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും അനാവശ്യമായിട്ട് സമയം കളയാതെ നമ്മുടെ സമയത്തിനെ നല്ല വിലമതിക്കുന്ന ഒരു സമയമാക്കി മാറ്റിയെടുക്കണം. ഓക്കെ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ? ഇനി എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ്സിൽ ഒന്നും എഴുതരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ വിമർശനങ്ങളും നമ്മളെ തളർത്തി കളയും. പിന്നെ ഇന്ന് ഞാനിപ്പോ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പറയുമ്പോ എന്താവും, ഇനി ഇതൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു തോന്നല് വരും. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടാൻ തന്നെ കാരണം, ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ കാര്യങ്ങളൊന്നും നോക്കില്ല, എപ്പോഴും ഒരു ഫോൺ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതിന്റെ ഉമ്മ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഫോണില് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പൊ അതില് കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടെ, ഇത് നമ്മുടെ കുട്ടിയാണോ, ഇവരിങ്ങനെയൊക്കെ കളിക്കുമോ എന്നൊക്കെ ഞാൻ നോക്കണം. അപ്പൊ അത്രത്തോളം നമ്മളെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ ഫോണിന്റെ ചുറ്റിപ്പറ്റിയിട്ടില്ല. നമ്മള് ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഫോൺ നോക്കാത്ത ആരും ഉണ്ടാവില്ല. രാവിലെ എണീച്ചാൽ തന്നെ നമ്മൾ തിരയുന്ന ഒരു ഫോണായിരിക്കും. അപ്പോ എനിക്ക് ഇതൊക്കെ പറയണമെങ്കിൽ നേരിട്ട് പറയുന്നതിനേക്കാളും എത്രയോ ഉപകാരം എല്ലാരും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഫോണിൽ പറയുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഓക്കെ? നല്ല നല്ല കമന്റ്സിൽ ഇടാ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയാം. അസ്സലാമു അലൈക്കും.